ഹായ് ഹലോ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നതിനെക്കാട്ടിലും പറയാ. ആന്റോണിയോ, ദെൻ ബെസാനിയോ, പോർഷ്യ, ഷൈലോക്ക്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതും പഠിച്ചതാണല്ലോ അല്ലേ? വെനീസിലെ വ്യാപാരി, ദ മർച്ചന്റ് ഓഫ് വെനീസ്. ആ വെനീസ് ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് ആഡ്രിയാറ്റിക് സീയിൽ കൂടെ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ അലകളൊക്കെ അറിയോ? നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. നല്ല നല്ല ഇളക്കുണ്ട്. ഈ ബോട്ട് നല്ലോണം ഇളകുണ്ട്. അതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിന്നിട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് ഒരുപാട് പഠിച്ചത് കേട്ടത് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതിയ വെനീസിലെ വ്യാപാരി, മർച്ചന്റ് ഓഫ് വെനീസ്, അത് പഠിക്കുമ്പോൾ തന്നെ അതിനുശേഷവും വെനീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒക്കെ അവിടുത്തെ വീഥികളിലൂടെ, അവിടുത്തെ വീഥികൾ പറഞ്ഞാൽ നമ്മൾ അവിടെ വാഹനങ്ങളായിരിക്കുമല്ലോ, കാറ്, ബസ്, അതൊക്കെ ആയിരിക്കുമല്ലോ, ടൂ വീലേഴ്സൊക്കെ. ഇവിടെ എന്നും തോണിയിൽ കൂടെയാണ് യാത്ര എന്ന് കേട്ടപ്പോൾ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ തോണിയിൽ ഇരുന്നിട്ട് അങ്ങനെ വീടുകളുടെ നടുവിൽ കൂടെ. നോക്കൂ, രണ്ട് ഭാഗത്തും വീടുകളാണ്. എന്ത് രസമാണ് കാണാൻ. രണ്ട് ഭാഗത്തും വീടുകളാണ്. ഇരുഭാഗത്തും അങ്ങനെ ആ വീടുകളുടെ നടുവിൽ കൂടെയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ആഗ്രഹമാണ് ആഗ്രഹമായിരുന്നു വെനീസിൽ കൂടെ ഇങ്ങനെ വരണമെന്ന്. ഇതപ്പോൾ ആ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ല ഒരു കാഴ്ച നിങ്ങളുടെ കൂടെയും പങ്കുവെക്കാന്നുള്ള ഒരാഗ്രഹം കണ്ടോ. മുഴുവനും വീഥികളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് കണ്ടോളാന്നാ പറയണത്. ഇതിൽ 5 പേരേ പാടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇങ്ങനെ ഓരോന്നിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടുണ്ട് കാണാൻ. രണ്ട് ഭാഗത്തിനെയും 2 വീഥികളെയും കൂടെ ബന്ധിച്ചുകൊണ്ടുള്ള പാലം നടുവില് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ബോട്ട് പോവുക. ഞങ്ങളുടെ തോണി എന്നേ പറയാം, പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എങ്ങനെയാ ഇപ്പം ഇത് നിങ്ങളോട് പറഞ്ഞിതാക്കാൻ അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ 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 നല്ല ഭംഗിയുള്ള ഒരു യാത്ര. അപ്പം നിങ്ങളുമായിട്ട് ഈ കാഴ്ചകളൊക്കെ ഇപ്പം എല്ലാവരും, ഇപ്പോൾ ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ ഇവിടെ ഒന്നും വരുന്നുള്ളത്. ഞങ്ങൾക്കും എങ്ങനെയോ സാധിച്ചു വരാൻ ദൈവം സഹായിച്ചിട്ട്. എപ്പോഴെങ്കിലുമൊക്കെ വരികയാണ് ആരെങ്കിലും എന്നൊക്കെ ഇതൊന്നും മിസ് ചെയ്യാതെ കാണുക. ഏതോ കാലം മുമ്പ് തന്നെ ഇവിടെയൊക്കെ ഫ്ലാറ്റുകളാണ് കാണുന്നത് കേട്ടോ. അതും ഈ വെള്ളത്തിലാണ് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. 2 സൈഡിലും ഫ്ലാറ്റുകളാണ്. നിങ്ങൾ നോക്കൂ, അല്ലാണ്ട് 1 നില 2 നില ഒന്നുമില്ല, 4, 5 നിലകളാണ്. അതാ മേലെ ആൾക്കാരെ കാണുന്നുണ്ട്. ഇനി ഇത് അവര് വീടാണോ അതോ ടൂറിസ്റ്റ് പീപ്പിളാണോ താമസിക്കുന്നതെന്ന് അറിയുന്നില്ല. ആൾക്കാരെയൊക്കെ കണ്ട്, ലൈറ്റ് കണ്ട്, എന്താ അല്ലേ ഈ വെള്ളത്തിൽ ഇത്രയും ഉയരത്തിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഇട്ടിട്ട് അതിങ്ങനെ ഉണ്ടാവുക വെച്ചാല്. ഞങ്ങള് 5 പേരാണ് ഈ ബോട്ടിലുള്ളത് കേട്ടോ. ഞങ്ങൾ 5 പേരാണ് ഈ ബോട്ടിൽ ഈ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് കിട്ടിയ കുറേ കൂട്ടുകാര്. നല്ല അടിപൊളി യാത്ര. അതെ, കോയമ്പത്തൂർ മക്കളാണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. എല്ലാവരും കോയമ്പത്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവരൊക്കെ അതാ പറയണത്. ഇതൊക്കെ നമ്മള് സിനിമയിലേ കാണുള്ളൂ, ജെയിംസ് ബോണ്ട് പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയണത്. നമ്മളൊക്കെ അത്രേ വിചാരിച്ചിട്ടുള്ളൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന്. ഇപ്പൊ നമ്മൾ അങ്ങനെ അതൊക്കെ നേരിട്ട് കണ്ടു. എല്ലാവരും ആ ഒരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ. ഇവിടെ സമയം 7:45 കേട്ടോ. വെളിച്ചം നോക്കൂ. അങ്ങനെ അന്ന് പറഞ്ഞ മാതിരി സൂര്യഭഗവാൻ അങ്ങനെ നല്ല കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവിടെയും നല്ല വെളിച്ചമുണ്ട്. ശരിക്കും ഭയങ്കര ആകർഷണമുള്ള ഒരു സ്ഥലം തന്നെ. പക്ഷെ ഇവിടെ ആരോടും ഒന്നും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ ചോദിക്കണത് അവർക്കും അറിയില്ല, അവര് പറയണത് നമുക്കും അറിയില്ല. ഇനിയിപ്പോ നമ്മൾ ചിരിച്ചോണ്ട് ചീത്ത പറഞ്ഞാലും അവര് നമ്മളെ ചിരിച്ചോണ്ട് ചീത്ത പറഞ്ഞാലും നമുക്ക് അറിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുക.